ഹായ് ഓൾ. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ബാസ് എന്ന് പറഞ്ഞ എൻ്റെ മൂവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറ്റക്കുടിൽ പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു ചെറിയ ഒരു കൂരയിൽ ഒരു പ്രായമായ അമ്മച്ചിയും പിന്നെ ഒരു പേരക്കുട്ടിയാണ്. അപ്പോൾ ഈ പേരക്കുട്ടി പുറത്തേക്ക് പോയതാണ്, അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടിൽ. അങ്ങനെ ഒരു ദിവസം ഈ പേരക്കുട്ടി, ആൺകുട്ടിയാണ്, 40-40 വയസ്സുണ്ട്. അപ്പോൾ ഈ പേരക്കുട്ടി ഓടി വീട്ടിലേക്ക് വന്നിട്ട് വീടിൻ്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് ഈ മനുഷ്യൻ, പേരക്കുട്ടി എന്ന് പറയുമ്പോൾ ചെറിയ ആളല്ല, വലിയ മനുഷ്യൻ, ഇയാളിങ്ങനെ കരയാം. ഇയാളിങ്ങനെ പൊട്ടി കരയാം, തേങ്ങി കരയാം. അപ്പം ഇത് കണ്ട സമയത്ത് ഈ വല്യമ്മ അടുത്തൊക്കെ വന്നിട്ട് ചോദിച്ചു, എന്താണ് നീ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവനെ വല്യമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, വല്യമ്മ, എനിക്ക് ജീവിതം മടുത്തു. നമ്മളിൽ പല ആളുകളും പറയുന്ന പോലെ ഈ മനുഷ്യൻ പറയാൻ, എനിക്ക് ജീവിതം മടുത്തു. എല്ലാവരും ജീവിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ചില ആളുകൾ പിന്നെ പാട്ടുപാടി രസിക്കുന്നുണ്ട്, ചില ആളുകൾ കളികളിലൂടെ രസിക്കുന്നുണ്ട്, ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ രസിക്കുന്ന ആളുകളുണ്ട്, വിവാഹത്തിലൂടെ, കുട്ടികളിലൂടെ. അപ്പം ഇവൻ പറയണം, വലിയ ആളുകൾക്കിടയിൽ ഞാനൊരു പരിഹാസ കഥാപാത്രമാണ്. ആളുകളുടെ ഇടയിൽ ഞാനൊരു വിഡ്ഢിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാനൊരു പരിഹാസ കഥാപാത്രമാണ്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പരാജയപ്പെട്ടവനായിട്ട് എന്ത് ചെയ്യാണ്, ഞാനിങ്ങനെ ജീവിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? എല്ലാ സ്ഥലങ്ങളിലും കളിയാക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും ഉള്ളൊരു കഥാപാത്രമായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഇനി ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് വല്യമ്മ എന്ന്. അപ്പോൾ ഈ വല്യമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മൂവിയിലെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. ഈ വല്യമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു പരുന്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. 40 വർഷം വളരെ സുഖസമൃദ്ധമായിട്ട് ജീവിച്ച പരുന്ത് അതിൻ്റെ 40ാമത്തെ വയസ്സിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ് 40ാമത്തെ വയസ്സെന്ന്. അതായത് 40ാമത്തെ വയസ്സിൽ ഈ പരുന്ത് ഒരു തീരുമാനം എടുക്കണം. എന്താ തീരുമാനം? ഒന്നുകിൽ റീബേർത്ത്, അല്ലെങ്കിൽ ഡൈ. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പുനർജനിക്കുക. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു കൊടുക്കണം, ഈ പരുന്ത് എന്ത് ചെയ്യും, മരിക്കുക എന്നുള്ളത് എന്തായാലും തീരുമാനിച്ചില്ല, പുനർജന്മം. അതിന് പരുന്ത് ആദ്യം ചെയ്യുന്നത്, തൻ്റെ ആ സ്ഥലത്ത് നിന്ന് മാറി ദൂരെ അങ്ങ് ഒരു മലമുകളിൽ, ഒരു പാറക്ക് മുകളിൽ എന്ത് ചെയ്യാണ്, ദൂരങ്ങൾ താണ്ടി അവിടെ ഒറ്റയ്ക്ക് കുറേ ദിവസങ്ങൾ ചിലവഴിക്കുക. ഈ 40ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഈ പരുന്തിൻ്റെ ചിറകുകളൊക്കെ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, അതിൻ്റെ കൊക്ക് ഇങ്ങനെ ബെൻഡായിട്ടുണ്ടാവും. അപ്പം അതിന് നല്ല രീതിയിൽ ഇരയെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും.
അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു റീബർത്ത് ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പരുന്ത് എന്താ ചെയ്തതെന്നറിയും. ഈ പരുന്ത് ദിവസങ്ങളോളം ആ പാറയുടെ മുകളിൽ ഏകാന്തനായിട്ട്, മനസ്സിലായോ, ഏകാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഒരു സ്ഥലത്തേക്ക് പോയി ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനാണ് ഏകാന്തത എന്ന് പറയാം. അതിൽ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. സോളിറ്റ്യൂഡ് എന്ന് ഇംഗ്ലീഷ് പറയും. എന്നാൽ ചില സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ട്. അത് നമ്മളെ ഇഷ്ടപ്രകാരമല്ല, പക്ഷെ നമ്മൾ ബാക്കിയുള്ള ആളുകൾ നമ്മളെ ഒഴിവാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അതിന് ലോൺലിനെസ് എന്നാണ് പറയാം. പക്ഷെ ഇത് സോളിറ്റ്യൂഡ്, ഇത് ഏകാന്തത, നമ്മൾ സ്വയം തിരഞ്ഞെടുക്കണം. അങ്ങനെ ഈ പരുന്ത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതിൻ്റെ ബെൻഡായിട്ടുള്ള ആ കൊക്ക് ഉണ്ടല്ലോ, അത് പാറയുടെ മേലെ വളരെയധികം വേദന സഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അതിങ്ങനെ അതിൻ്റെ മേലെ ഉരതിയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ കൊക്ക് മുറിച്ച് കളഞ്ഞു. എന്തിനാ മുറിച്ച് കളഞ്ഞെന്നറിയോ? ആ പെയിൻ എന്തിനാ സഹിച്ചതെന്നറിയോ? ആ പെയിൻ സഹിച്ചുകൊണ്ട് ഈ കൊക്ക്, ഇതിൻ്റെ കൊക്ക് ബെൻഡായിട്ടുള്ള ഈ കൊക്ക് മുറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ അതിന് നാളെ എന്താണ് ശക്തമായിട്ടുള്ള ഒരു കൊക്ക്, ഷാർപ്പായിട്ടുള്ളൊരു കൊക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇന്ന് ഈ പെയിനിലൂടെ കടന്നു പോകണം. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു കൊടുക്കുകയാണ്, അത് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ, അതിൻ്റെ ഷാർപ്പായിട്ടുള്ള കൊക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ആ കൊക്ക് ഉപയോഗിച്ചിട്ട് തൻ്റെ ശരീരത്തിലെ വീക്കായിട്ടുള്ള ഫെദർ, ചിറകുകൾ മുഴുവൻ കൊത്തിപ്പറിച്ചെറിഞ്ഞു. വേദന സഹിച്ചുകൊണ്ട് കൊത്തിപ്പറിച്ചെറിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഇതിന് പുതിയ ഫെദേഴ്സ്, ചിറകുകൾ വരാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ആ പക്ഷി വീണ്ടും 40 വർഷം കൂടി എന്ത് ചെയ്യുമോ, വളരെ സുഖസമൃദ്ധമായിട്ട് പഴയ പ്രതാപത്തോടു കൂടി ജീവിക്കാൻ ആ പരുന്തിന് സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ അമ്മച്ചി പറയാം, അവനൊന്നും എനിക്കിപ്പോൾ 40 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഒരാൾക്ക് 40 വയസ്സിനെ കൊണ്ട് എല്ലാം നേടാമെന്ന് നീ കരുതരുത്. നീ ഇപ്പോൾ ഇവിടുന്ന് പോ. നീ ഇന്നലെ വരെ നീ നിൻ്റെ പരാജയങ്ങളെ മാത്രം നീ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ വരെ നീ നിൻ്റെ വീക്ക്നെസ് മാത്രമായിരുന്നു എന്ത് ചെയ്തിരുന്നത്, നോക്കിയിരുന്നത്. നീ പുറത്തേക്ക് ചെല്ല്, ഏതെങ്കിലും ദൂര സ്ഥലത്ത് പോയി ഇരിക്കുക, ഒരു പെന്നും പേപ്പറായിട്ട് പോ. എന്നിട്ട് അവിടെ നിന്ന് എഴുതുക, എന്തൊക്കെയാണ് നിൻ്റെ കഴിവുകളെന്ന് എഴുതുക. അങ്ങനെ നിൻ്റെ കഴിവുകൾ ഓരോന്ന് എഴുതി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും, നിന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആളുകളെക്കാളും കഴിവുള്ളവനാണ് നീ. ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നേടിയവനേക്കാളും കഴിവുള്ളവനാണ് നീ. ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളെക്കാളും കഴിവുള്ളവനാണ് നീ എന്ന് നിനക്ക് മനസ്സിലാവും. എപ്പം എന്നറിയാം, നീ നിൻ്റെ കഴിവുകളെ ഓരോന്നോരോന്നായിട്ട് നീ ഒരു പുസ്തകത്തിലൊക്കെ എഴുതിയൊക്കെ. ഇനി എന്താ നിൻ്റെ പ്രശ്നം? ഇത് മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളത് അല്ലേ? ഇനി ഒന്നുകൂടി നീ എഴുതി വെച്ചു, ഒരു കാര്യവും നിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും മറ്റുള്ളവർക്ക് വേണ്ടി നീ ചെയ്യരുത്. ഓക്കെ?